ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ തുടർച്ചയായി 4ാം ദിവസവും നിയമസഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ബഹളത്തിനിടെ പരിക്കേറ്റ ചീഫ് മാർഷലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖ്യമന്ത്രി പ്രതിപക്ഷാംഗത്തെ ബോഡി ഷെയ്മിംഗ് നടത്തിയത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് മന്ത്രി MP രാജേഷ് വിമർശിച്ചു. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് പോയി. കടുത്ത പ്രതിപക്ഷ പ്രതിഷേധമാണ് തുടർച്ചയായ 4ാം ദിവസവും നിയമസഭയിൽ അരങ്ങേറിയത്. സഭാ നടപടികളുമായി സഹകരിക്കാതെ ചോദ്യോത്തരവേള മുതൽ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. സ്വർണം ചെമ്പാക്കുന്ന രാസവിദ്യ LDFന് എന്ന ബാനറുമായി സ്പീക്കറുടെ ചേംബറിനടുത്തേക്ക് പ്രതിപക്ഷം വന്നപ്പോൾ വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി. എന്നാൽ ചേംബറിന് മുന്നിൽ ബാനർ ഉയർത്താൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ ക്ഷുഭിതനായി പറഞ്ഞു. വാച്ച് ആൻഡ് വാർഡിനോട് അത് മാറ്റാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. പ്രതിപക്ഷാംഗത്തെ മുഖ്യമന്ത്രി ബോഡി ഷെയ്മിംഗ് നടത്തിയത് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു. എന്നാൽ അത് വാസ്തവ വിരുദ്ധമെന്നും മുഖ്യമന്ത്രി ആരുടെയും പേര് പറഞ്ഞിട്ടില്ല എന്നും മന്ത്രി MP രാജേഷ് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ നേതാവ് അക്രമത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്നും MP രാജേഷ് വിമർശിച്ചു. ഈ അക്രമത്തിന് മുഴുവൻ നേതൃത്വം കൊടുത്തുകൊണ്ട് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ബഹളം ശക്തമായപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഇരിപ്പിടത്തിലേക്ക് പോയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് നൽകില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. ഇതിനിടെ മന്ത്രിമാർ എഴുന്നേറ്റ് നിന്ന് ഭരണപക്ഷാംഗങ്ങളോട് ഇരിപ്പിടത്തിലേക്ക് പോകാൻ ആവശ്യപ്പെടുന്ന കാഴ്ചയും കാണാനായി. ബഹളത്തെ തുടർന്ന് സഭ അല്പനേരം നിർത്തിവെച്ചു. വീണ്ടും ആരംഭിച്ചപ്പോൾ ബഹളത്തിൽ പരിക്കേറ്റ ചീഫ് മാർഷലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സ്പീക്കർ അറിയിച്ചു. സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയ പ്രതിപക്ഷം ദേവസ്വം മന്ത്രി രാജിവെച്ച് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആവർത്തിച്ചു. ഈ കുറ്റകൃത്യം മുഴുവൻ ഇത് വിറ്റത് മുഴുവൻ ദേവസ്വം ബോർഡിന് സർക്കാരിനും അറിയാം. അത് അറിഞ്ഞുകൊണ്ട് കോടതി പറഞ്ഞപ്പോഴാണ് നമ്മളെല്ലാം അറിയുന്നത്. അവർക്ക് നേരത്തെ അറിയാം. അത് അറിഞ്ഞുകൊണ്ട് 2025 ഈ വർഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചിരിക്കുക. വീണ്ടും കക്കാനാണ്. അവിടുത്തെ വാതിൽ കൊണ്ടുപോയി, കട്ടളപ്പടി കൊണ്ടുപോയി, ദ്വാരപാലക ശില്പം കൊണ്ടുപോയി. ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെയുള്ളത്. അതുകൂടി അടിച്ചുകൊണ്ട് പോയതിനെ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളന്മാർ. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ വരും ദിവസങ്ങളിൽ സഭയ്ക്ക് പുറത്തും പ്രക്ഷോഭം ശക്തമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.